അപ്പ ടി വി വോയിസ് ഓഫ് വള്ളികുന്നത്തിൻ്റെ എൻ്റെ നാട് പരിപാടിയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. വള്ളികുന്നത്തിൻ്റെ മണ്ണിൽ മറഞ്ഞിരിക്കുന്ന ഒരുപാട് പ്രതിഭകളുണ്ട്. അവരുടെ ജീവിതവും അവർ കടന്നു വന്ന വഴികളും കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത്. അത്തരത്തിൽ നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് ശങ്കരൻ എന്ന പാട്ടെഴുത്തുകാരൻ്റെ വീട്ടിലാണ്. ഒരുപക്ഷെ നാം വിസ്മരിച്ചു പോയ പ്രതിഭ എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെയും പാട്ടനുഭവങ്ങളിലൂടെയുമാണ് ഇന്ന് അപ്പ ടി വി വോയിസ് ഓഫ് വള്ളികുന്നം എൻ്റെ നാട് യാത്ര ചെയ്യുന്നത്. ആദിപ്രപഞ്ചമേ അനന്തമേ ആദിപ്രഭാമയൂഹമേ ആദിമന്ത്രമേ അദ്വൈതമേ ആദിമധ്യാന്ത സംപൂജ്യമേ പ്രണാമം പ്രണാമം പ്രണാമം. അപ്പ ടി വി വോയിസ് ഓഫ് വള്ളികുന്നത്തിൻ്റെ ചരിത്ര അന്വേഷണം ഇന്ന് എത്തി നിൽക്കുന്നത് ശ്രീ ശങ്കരൻ എന്ന വ്യക്തിയുടെ വീടിൻ്റെ മുൻപിലാണ്. ഇദ്ദേഹം വള്ളികുന്നത്തെ ഒരു പാട്ടെഴുത്തുകാരനാണ് എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമസ്കാരം അച്ഛാ. നമസ്കാരം. വള്ളികുന്നത്തെ പാട്ടെഴുത്തുകാരൻ്റെ ആദ്യ രചനയെ പറ്റിയാണ് ഞങ്ങൾക്ക് ആദ്യം അറിയേണ്ടത്. ആദ്യത്തെ രചനയെ പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പാട്ട് പാടുന്നതും എഴുതുന്നതും. അതിനുശേഷം ഞാൻ 4th അന്ന് 3rd ഫോമിൽ ഫസ്റ്റ് 4th കൊണ്ട് ചേർത്തു. 5ാം ക്ലാസ് കഴിഞ്ഞ് ഫസ്റ്റ് 4th കൊണ്ട് ചേർത്തു. അവിടെ നിന്ന് 3rd ഫോമിൽ വന്നപ്പോൾ ഒരുവിധം പാട്ട് എഴുതാൻ തുടങ്ങി. അപ്പോൾ അതിനു മുമ്പൊക്കെ മിസ്റ്റേക്കും അതും ഇതുമൊക്കെ വന്നുകൊണ്ടിരുന്നു. അത്ര കാര്യമാക്കിയില്ല. അന്ന് നമുക്ക് ഉപദേശിക്കാനോ ഒന്നും ആരുമില്ല. അവിടെ നിന്ന് ഇതും കഴിഞ്ഞിട്ട് ഞാൻ വള്ളികുന്നം ഹൈസ്കൂളിൽ പിന്നെ 4th അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പാട്ട് എഴുതാനുള്ള ഒരു ഉന്മേഷം ഉണ്ടായി. അവിടെ മുതൽ ഞാൻ പാട്ട് എഴുതാൻ തുടങ്ങി. അന്ന് അവിടെ പഠിക്കുന്ന ഒരു തങ്കപ്പൻ എന്ന് പറയുന്ന ഒരു ചെറിയ പയ്യനുണ്ട്. അയാളുടെ ഗ്രൂപ്പുമുണ്ട്. നല്ല പാട്ടാണ്. സ്വയമേ കിട്ടിയ ഒരു സമ്പത്താണ്. ജന്മസിദ്ധമായ ഒരു കഴിവാണ്. ആ പാട്ട് കേട്ടിരുന്ന ആ സ്വരം കേട്ടിരുന്ന നമ്മൾ അതിൽ ലയിച്ചു പോകും. അപ്പോൾ അന്ന് വള്ളികുന്നം ഹൈസ്കൂളിൽ ഈ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നേച്ച് പറഞ്ഞ് ഒരു പാട്ട് വേണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പാടുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ പാടുമായിരുന്നു ക്ലാസ് മീറ്റിങ്ങിന്. ഞാൻ പറഞ്ഞു എഴുതി തരാം. പാട്ട് എഴുതി കൊടുത്തു. പാട്ടിൻ്റെ വരികൾ കേൾക്കണം. വരികൾ ഞാൻ ഓർക്കുന്നില്ല. ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ അങ്ങനെ ആ പാട്ട് അവർ പാടി യൂത്ത് ഫെസ്റ്റിവലിന് ഫസ്റ്റ് പ്രൈസ് മേടിച്ചു. അത് ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. ആദ്യത്തെ ഒരു സന്തോഷത്തിൻ്റെ വാർത്തയാണ്. അവിടെ നിന്ന് സ്കൂൾ അടച്ച് കഴിഞ്ഞ് പിന്നെ സ്കൂള് തുറന്നപ്പോഴാണെന്ന് തോന്നുന്നു എന്നെ വിളിച്ച് എനിക്ക് അന്നത്തെ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഒരു പേന എനിക്ക് മോർണിംഗ് അസംബ്ലിയിൽ വെച്ച് തരികയാണ്. അപ്പോൾ പഠിച്ച സ്കൂളിലെ അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ടൊരു പ്രൈസ് മേടിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല. ആദ്യ സംഭവമാണ് ജീവിതത്തിൻ്റെ തുടക്കം. അതോടുകൂടി പിന്നെ കലാരംഗത്ത് ഒരുപാട് ഇറങ്ങി തിരിച്ചത് കൊണ്ട് വിദ്യാഭ്യാസത്തിന് കുറച്ച് കോട്ടം തട്ടി. വിദ്യാഭ്യാസത്തിന് കോട്ടം തട്ടിയ SSLCക്ക് 2-3 പ്രാവശ്യം എഴുതേണ്ടി വന്നു.
അപ്പോൾ ഇടയ്ക്ക് ഇവിടെ ഞങ്ങളുടെ ഇവിടെ കലാസമിതികളും അതും ഇതുമൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നു. അതിലും 2-3 നാടകത്തിൽ അഭിനയിച്ചു, പാട്ടുകൾ എഴുതി. അതുപോലെ തന്നെ വള്ളിയൂന്ന് ഹൈസ്കൂളിൽ പഠിക്കുന്ന ആ സമയത്ത് ഒരു ഏകാംഗ നാടകം എഴുതി, സ്കൂളിൽ അഭിനയിച്ചു. ഏകാംഗ നാടകം. ഏകാംഗ നാടകം അത് ഈ പാട്ട് പാടുന്ന പയ്യനായിരുന്നു അത് അഭിനയിച്ച. അവർ കൂട്ടർ എല്ലാവരും കൂടെ ചേർന്ന് അത് അഭിനയിച്ച് അതിനും പ്രൈസ് മേടിച്ചു. ആ നാടകം തന്നെ ഇവിടുത്തെ ചതയാഘോഷത്തിന് ഞാനും കൂടെ ചേർന്ന് അഭിനയിച്ച് ആ നാടകം അന്ന് വിജയിച്ചു. അപ്പോൾ ഓരോ പടി അന്ന് കയറുമ്പോഴും വിജയിച്ചാണ് പോകുന്നത്. പക്ഷേ വിദ്യാഭ്യാസത്തിൽ ഇച്ചിരി പുറകോട്ട് വന്നു. സ്കൂൾ ഓർമ്മകളെ പറ്റി പറഞ്ഞു, കൂട്ടുകാരും ഒത്തുള്ള ഗാനമേള ഓർമ്മകളെ പറ്റിയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗാനമേള എങ്ങനെ ആ ഒരു ട്രൂപ്പിലേക്ക് എത്തി, ആ സമയത്ത് കൂടെ നിന്ന ഒരുപാട് ഓർമ്മകളുള്ള ആ സുഹൃത്തുക്കളെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? ഞാൻ 1966 ബോംബെക്ക് പോകുന്നു. അപ്പോൾ അതിന് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വിട്ടിട്ടാണ് പോയ. ഒരുപാട് പാട്ടുകൾ എനിക്ക് കളക്ഷനിൽ ഉണ്ടായിരുന്നു, അതൊന്നും കിട്ടിയില്ല, എടുക്കാനും ഒത്തില്ല, കാരണം ഒരു വഴിക്ക് പോകുന്നതുകൊണ്ട്. ബോംബെ ചെന്ന് കുറേ നാളൊക്കെ അവിടെ നിന്ന് ജോലി കിട്ടാനൊക്കെ ഇച്ചിരി താമസിച്ചു. എന്തായാലും ജോലി കിട്ടിക്കഴിഞ്ഞ് ആ സമയത്ത് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. ആ സമയത്ത് അവിടുത്തെ സമാജവുമായിട്ട് ബന്ധപ്പെട്ട് എന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവരെടുത്തു. അപ്പോൾ അന്ന് ഓണാഘോഷത്തിന് CL ജോസിൻ്റെ അഗ്നിവലയം എന്ന നാടകം അവരെടുത്തു. നാടകം എടുത്തപ്പോൾ എന്നെ പാട്ടെഴുതാനുള്ള അനുവാദം എനിക്ക് തന്നു. പാട്ടെഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പാട്ട് എഴുതാം. 5 പാട്ട് അന്നൊക്കെ 5 പാട്ടിൻ്റെ വീതം എല്ലാ നാടകത്തിനുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ കണക്ക് അന്നത്തെ കാലത്ത്. അപ്പോൾ 5 പാട്ടും എഴുതി കൊടുത്ത് ദൈവാനുഗ്രഹത്താൽ അത് പാട്ട് തെറ്റൊന്നും പറഞ്ഞില്ല. വൈക്കം വർമ്മ എന്ന് പറഞ്ഞ ആൾ ചെറിയ മനുഷ്യനാണെങ്കിൽ വലിയ ഹൃദയമാണ്. അത് നമ്മുടെ ആളിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. അത് പോയിക്കോട്ടെ, പേര് മറന്നുപോയി. അപ്പോൾ അദ്ദേഹം അത് ട്യൂൺ ചെയ്ത് നാടകത്തിന് അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ പേര് അതിൽ കൂടി ഉയരാൻ തുടങ്ങി, അംഗീകരിക്കപ്പെടാൻ തുടങ്ങി. അങ്ങനെ പല നാടകങ്ങൾക്കും അവിടെ പാട്ടെഴുതി ഞാൻ. എല്ലാം വിജയിച്ചു. എല്ലാം നല്ല നല്ല പാട്ടുകളായി. ഈ വൈക്കം വർമ്മ എന്ന് പറയുന്ന ആളാണ് ട്യൂൺ ചെയ്തത്. പിന്നെ അതിനുശേഷം എൻ്റെ ഒരു പാട്ട് പ്രേംകുമാർ എന്ന് പറയുന്ന ഒരു ഗായകനുണ്ട്, സംവിധായകനാണ് ആൾ. അദ്ദേഹം ആ പാട്ട് പാടി കാസറ്റിലിട്ട് അതോടുകൂടി നമുക്ക് നല്ലൊരു പേരായി. അങ്ങനെ ആ പാട്ട് സരസിജ നയനെ മനോഹരനെ ശരണം ശബരിഗിരീശ്വരനെ എന്ന് തുടങ്ങുന്ന അന്നത്തെ ഭക്തിഗാനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആ ട്യൂണും എല്ലാം പബ്ലിക്കിന് വളരെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് കാസറ്റ് വിറ്റ് കഴിഞ്ഞു, പക്ഷേ നമുക്ക് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെയാണ്. അതിനുശേഷം പിന്നെ പാട്ടുകൾ തുടരെ എഴുതാൻ തുടങ്ങി. 1974 ആദ്യമായിട്ട് എൻ്റെ ഒരു പാട്ട് പബ്ലിഷായി ബോംബെയിൽ. ആദ്യമായിട്ട് പബ്ലിഷാകുന്ന ബോംബെ വെച്ചാണ്. കുലീന എന്ന് പറയുന്ന ഒരു മാസികയ്ക്കകത്ത് എൻ്റെ പാട്ട് വന്നു. അതോടുകൂടി ആൾക്കാർ പലരും തിരക്കി വന്നു, ആളേതാണെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു അകന്ന ബന്ധുവും ഒക്കെ ഒരു കണ്ണപുരം എന്ന് പറയുന്ന ആളുമായിട്ട് പരിചയപ്പെടേണ്ടി വന്നു ആ സന്ദർഭത്തിൽ. പിന്നെ അവിടുന്ന് താമസം മാറി ഞങ്ങൾ കല്യാൺ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. മഹാരാഷ്ട്രയിൽ കല്യാൺ എന്ന സ്ഥലത്ത് വന്ന് അവിടെ താമസമായപ്പോൾ അവിടുത്തെ സമാജവുമായിട്ട് ബന്ധപ്പെട്ട് പല നാടകങ്ങൾക്കും പാട്ടുകൾ എഴുതി. എല്ലാം നല്ല ഹിറ്റ് പാട്ടുകളായിരുന്നു. ദൈവം അനുഗ്രഹിച്ച് ഒറ്റയൊന്നും മാറ്റി വയ്ക്കത്തക്കതില്ലായിരുന്നു. അങ്ങനെ ആൾക്കാരുടെ ഇടയിൽ നല്ലൊരു പേര് ശങ്കരൻ വള്ളികുന്നം എന്നൊരു പേര് സമ്പാദിച്ചത് അതോടുകൂടിയാണ്. അതുപോലെ തന്നെ എന്നെപ്പറ്റി
ആ സമയങ്ങളിൽ പല പേപ്പറുകളും മാസികകളും ആഴ്ചപ്പതിപ്പുകളും ഒക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഇരിപ്പുണ്ട് കുറേയൊക്കെ പേപ്പർ. അനുഗ്രഹീത ആ, ഗാനരചയിതാവ് എന്നാണ് എനിക്ക് കിട്ട പേര്. അങ്ങനെ ഞാനൊരു അനുഗ്രഹീത ഗാനരചയിതാവായിട്ട് ബോംബെയിൽ താമസിക്കുകയായിരുന്നു. അതിനുശേഷം ആ താമസത്തിൽ ഭാര്യയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോൾ നാട്ടിലോട്ട് തിരിച്ചു പോരേണ്ടി വന്നു. അവിടുത്തെ എല്ലാം അവസാനിപ്പിച്ച് നാട്ടിലോട്ട് തിരിച്ചു തിരിച്ചു പോകേണ്ടി വന്നു. പോരേണ്ടി. ഇപ്പൊ എത്ര വർഷമായി ഇവിടെ എത്തിയിട്ട് തിരിച്ചെത്തിയിട്ട്? ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ 6-7 വർഷമായിരുന്നു. ഈ 6-7 വർഷത്തിനിടയിൽ ഇവിടെ വന്നതിന് ശേഷം ഉള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഇവിടെ വന്ന് ഞാനൊരു കലാകാരനാണ് അല്ലെങ്കിൽ ഒരു പാട്ട് എഴുത്തുകാരനാണെന്ന് പലയിടത്തും പറഞ്ഞു. പക്ഷെ ആർക്കും അത്ര വിശ്വാസം പോലെ. ആരും എന്നാൽ അതേക്കുറിച്ച് ചോദിക്കുന്നുണ്ടോ അതുമില്ല. അങ്ങനെ ചോദിക്കാതിരുന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ ആകെപ്പാട് വേഷം വെച്ചു. കാരണം ഇവിടെ ആരുമില്ലല്ലോ എനിക്കൊരു സഹായത്തിന്. അങ്ങനെ ഇരിക്കെ പിന്നെ ശ്രീകുമാർ എന്ന് പറയുന്നവരെ സാറ് വന്ന്. അതിനുമുമ്പ് പലരും ഇവിടുത്തെ കലാകാരന്മാരൊക്കെ പലരും വന്ന് കേട്ട് പറഞ്ഞൊക്കെ പോയി. ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം വന്ന് എൻ്റെ അടുത്ത്, ഞാൻ അങ്ങോട്ട് പറഞ്ഞു, സാറേ ഇന്ന വിധത്തിൽ ഞാൻ പാട്ടൊക്കെ എഴുതുന്ന ആളാണ്. അപ്പോൾ എൻ്റെ കുറേ പാട്ടുകളൊക്കെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഇങ്ങനെ ഒരു കലാകാരൻ ഇതുവരെ ആരും അറിഞ്ഞില്ലെന്ന് പറഞ്ഞിരുന്നാൽ അത് വലിയ സങ്കടമായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പരിചയമുള്ള സംഘടനകളെയും ഇവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അവരും വന്ന് ഞാൻ എഴുതിയിട്ടുള്ളതെല്ലാം അവരും വന്ന് പരിശോധിച്ച് അവർക്കെല്ലാം ഇഷ്ടമായതിന് ശേഷം ഈ മൊമെൻറ്റോസ് എന്നെ വിളിച്ച് ആദരിക്കുകയും മൊമെൻറ്റോ തരികയൊക്കെ ചെയ്തു. ഇങ്ങനെ ഇരിക്കുകയാണിപ്പോൾ. ഇതൊക്കെ വള്ളികുന്നത്തിൽ നിന്ന് കിട്ടിയതാണ്. ഇനിയും പലരും തരാൻ ഉള്ള ഒരുക്കത്തിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ പാട്ടുകൾ ഇവിടുന്ന് ഒരു ജയമോഹൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, CPIയുടെ, അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട്. അത് പ്രിന്റ് ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഈ പ്രിന്റ് ചെയ്യാനൊന്നുമില്ല, കാശൊന്നുമില്ല, അങ്ങനത്തേത്. അപ്പോൾ അദ്ദേഹം കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി നാളത്തെ സ്ഥിതി എന്താണെന്നുള്ളത് അറിയില്ല. ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ. വയലാർ ശരത്ചന്ദ്രവർമ്മ അച്ഛൻ്റെ രചനകൾ കണ്ടതായിട്ടും അതിനെ അനുമോദിച്ചതായിട്ടും ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ അനുഭവം എന്തായിരുന്നു? അല്ലെ ആ ഒരു സന്തോഷം, ഒന്നുണ്ടായ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സന്തോഷമാണ്. കാരണം ശരത്ചന്ദ്രവർമ്മ സാറിനെ പോലുള്ള ഒരാളുമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശീർവാദം മേടിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ദൈവതുല്യമായ ഒരു അംഗീകാരമാണ്. അദ്ദേഹം രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ പല പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വരികയും അദ്ദേഹമായിട്ട് ഞാൻ കണ്ടുമുട്ടുകയും ചെയ്തിട്ടുണ്ട്. എനിക്കത് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം എന്നെ നല്ലതുപോലെ ഉപദേശിച്ചിട്ടുണ്ട്. ഇനിയും ഇതുമാതിരി എഴുതണം, എഴുത്ത് നിർത്തരുത് എന്ന് പറഞ്ഞ് എന്നെ ആശീർവദിച്ചിട്ടുണ്ട്. അതിലൊക്കെ എനിക്ക് സന്തോഷമുണ്ട്. നമ്മുടെ ഈ ജീവിതകാലത്തിൻ്റെ കുറഞ്ഞ കാലഘട്ടങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു സമ്പർക്കം ഉണ്ടാകുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗ്യം തന്നെ. അതെ. പിന്നെ നമ്മൾ നേരത്തെ സംസാരിച്ച കൂട്ടത്തിൽ അച്ഛൻ ആദ്യം എഴുതിയ രചനയെ പറ്റി പറഞ്ഞിരുന്നു. 2-3 വരിയോളം ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടെന്നും പറഞ്ഞിരുന്നു. ശബ്ദത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, എന്നാലും ഒരു 2 വരി ഓർത്തെടുക്കുന്ന 2 വരി ഒന്ന് പാടാൻ നോക്കാം. കന്നിക്കതിരുകളെ പൊന്നിൻ വയലുകളെ ഇതാ വരുന്നു വിത്തരിവാളും വസന്തഗാനവുമാ കന്നിക്കതിരുകളെ പൊന്നിൻ വയലുകളെ ഇതാ വരുന്നു കൊയ്ത്തരിവാളും വസന്തഗാനവുമാ
ഇത് ഏത് പ്രായത്തിൽ എഴുതിയ കവിത? ഇത് വയസ്സ് ഓർമ്മയില്ല, എന്നാലും ഒരു 10 ഓർത്തി പിടിക്കുന്ന കാലത്താകുമ്പോൾ 10-18 വയസ്സ്. 10-18 വയസ്സൊക്കെ ഉള്ളപ്പോൾ എഴുതിയ കവിതയാണ്. അത് ഇപ്പോഴും അച്ഛൻ ഇത്രയും ഇതായിട്ട് ഓർത്തിരിക്കുന്നത് തന്നെ ആ വലിയ കാര്യം. ഇതിന്റെ റെക്കോർഡ്സ് ഒന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേ? അതെ, ഓർമ്മയിലല്ലേ? അത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ ഇപ്പൊ പാടിയ പാട്ടുകളുണ്ട്, എഴുതിയിട്ടുള്ള പാട്ടുകൾ. ഏതെങ്കിലും പാടാവോ? പാടാം. ഇഷ്ടപ്പെട്ടവരൊന്നും. തത്തമ്മ കിളിയേ വാ വാ, തത്തി തത്തി കളിക്കാൻ വാ. തത്തമ്മ കിളിയേ വാ വാ, തത്തി തത്തി കളിക്കാൻ വാ. താമര പൊയ്കതൻ തീരത്തെ കിളിമരത്തണലിലിരിക്കാൻ വാ, ഒത്തിരി കഥ പറഞ്ഞിരിക്കാൻ വാ. താമര പൊയ്കതൻ തീരത്തെ കിളിമരത്തണലിലിരിക്കാൻ വാ, ഒത്തിരി കഥ പറഞ്ഞിരിക്കാൻ വാ. തത്തമ്മ കിളിയേ വാ വാ, തത്തി തത്തി കളിക്കാൻ വാ. കുഴപ്പമില്ല. ഇനിയുണ്ടോ? ഉണ്ട്. മാനത്ത് മനക്കലെ തറവാട്ടിൽ മാമാങ്കത്തിനു കളമൊരുങ്ങി. കുഴപ്പമില്ല. അച്ഛനിപ്പോ എത്ര വയസ്സുണ്ടെന്ന്? 83 വയസ്സ്. അല്ല, നോക്കി പാടിയെങ്കിലേ അത് പറ്റും. അത് നമുക്ക് എടുക്കാം. അച്ഛൻ്റെ കയ്യിൽ ധാരാളം രചനകളുണ്ട്. ഒരുപാട് പഴയ രചനകൾ അച്ഛൻ വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായിട്ട് എനിക്ക് ഫയലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ ആ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രചനകളെ ഞങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താവോ? തീർച്ചയായിട്ടും. ഞാൻ ബോംബെയിലുള്ളപ്പോൾ എൻ്റെ കാസറ്റ് ഇറക്കിയതാണ്. ഇത് 2 എണ്ണം. ഒന്ന് ശ്രീചരണം, മറ്റൊന്ന് ജപമാല. ഇതിപ്പോൾ ശ്രീചരണത്തിൻ്റെ കാസറ്റ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. മറ്റേത് കുറേ പഴക്കമുള്ളതായതുകൊണ്ട് എൻ്റെ കയ്യിലില്ല. അതൊക്കെ ഒരുപാട് കാസറ്റുകൾ വിറ്റഴിഞ്ഞ് പോയതാണ്. നല്ല ഹിറ്റ് പാട്ടായിരുന്നു. ഇതിനകത്ത് ശ്രീചരണത്തിനകത്ത് എൻ്റെ 7 പാട്ടുണ്ട്. 7 പാട്ടും അച്ഛൻ്റെയാ? ആ 7 പാട്ടും ഞാൻ എഴുതിയതാണ്. അത് പിന്നെ വായിക്കണോ? രാധിക തിലക് പാടിയതുണ്ട്, വിജു നാരായണൻ പാടിയതുണ്ട്. ഇങ്ങനെ പല പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരും പാടിയ പാട്ടുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ പാട്ടുകൾ ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. MG രാധാകൃഷ്ണൻ സാർ ട്യൂൺ ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം എൻ്റെ ബോംബെ ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ എല്ലാം പ്രസിദ്ധീകരിച്ച രചനകളൊക്കെയാണ് ആദ്യം അവിടെ പ്രസിദ്ധപ്പെടുത്തിയതാണ്. പിന്നെ 1974 കാലഘട്ടങ്ങളിൽ ഇത് ദേവയാനി എന്ന് പറയുന്ന ഒരു നാടകത്തിന്റെ കല്യാൺ സാരഥി തിയേറ്റർ, അവിടെ ഒരു സാരഥി തിയേറ്റർ. ഇതാണ് അച്ഛൻ അന്നേരം പറഞ്ഞ നാടക സമിതി അല്ലേ? കല്യാൺ സാരഥി തിയേറ്റേഴ്സ്. അപ്പോൾ ഇതെല്ലാം അന്ന് പ്രസിദ്ധപ്പെടുത്തിയതൊക്കെയാണ്. ഈ ഇരിക്കുന്ന ഇത് എൻ്റെ പാട്ടുകൾ വന്നിട്ടുണ്ട്. ഇതിലെല്ലാം എൻ്റെ രചനകൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, മാഗസീൻസിൽ വന്നിട്ടുണ്ട്. ഇത് നാടകത്തിൻ്റെയാണ്, നാടകത്തിന്റെ ബ്രോഷർ. ഇതിനകത്ത് ശങ്കരൻ വള്ളികുന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ശങ്കരൻ വള്ളികുന്ന് തന്നെയായിരുന്നു അവിടേക്ക് അറിയപ്പെട്ടിരുന്നതല്ലേ? ഇത് ഭക്തിഗാനങ്ങളാണ്. ഏതാണ്ട് ഇതിപ്പോൾ 75 ഗാനങ്ങളേ ഉള്ളൂ. എല്ലാവരെയും കുറിച്ച് എഴുതിയിട്ടുണ്ട്, പ്രിന്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് DTP എടുത്ത. അപ്പോൾ ഇത് 75 എണ്ണം ഉണ്ട്. ഇത് ഭക്തിഗാനങ്ങൾ. പിന്നെ അത് കൂടാതെ
ലളിതഗാനങ്ങൾ, കീർത്തനങ്ങളും അതും ഇതും എല്ലാം കൂടെ ചേർത്ത് ഇത് 100 ഉണ്ട്. ലളിത ഗാനങ്ങൾ. ലളിതഗാനങ്ങൾ ഇത് ഓരോന്നും നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വായിച്ച് തീർന്നേ നിങ്ങൾ എഴുന്നേക്കുള്ളൂ. ദൈവം ഒരനുഗ്രഹം ഉണ്ട്. നല്ല പാട്ടുകളാന്ന് ഓരോരുത്തർ സമ്മതിച്ചിട്ടുണ്ട്. ഇതുവരെ ഞാനിത് കൊടുത്ത് വായിച്ചവരാരും ഒരു കറക്ഷൻ പോലും പറഞ്ഞിട്ടില്ല. നന്നായിട്ടുണ്ടല്ലോ. അപ്പോൾ ദൈവം നമ്മുടെ അടുത്ത് കൂട്ടുണ്ട്. പക്ഷെ നമുക്കൊരു വഴി തുറന്ന് തരുന്നില്ല. അത്രയേ ഉള്ളൂ ദൈവം ചെയ്യാത്ത. പിന്നെ ഈ ഇപ്പോഴത്തെ നീ ഇവിടെ വന്നതിന് ശേഷം അവർക്ക് എഴുതിയിട്ടുള്ള പാട്ടുകളായത്. ഇതിനകത്ത് ആ തത്തമ്മക്കിളി കുറച്ചു മുമ്പ് പാടിയ ഈ പാട്ടാണ്. ഇത് DTP ആയിട്ടുള്ളതാണോ അതോ DTP എടുത്തത്? സ്നേഹത്തിൻ തിരുമധുരം നാവിൽ ചുരത്തിൽ നിതവദനം വിടത്തി കൺമുന്നിൽ തിങ്കൾ കലപോൽ വിടർന്നൊരു കൺമണി നീയങ്ങു പോയി മറഞ്ഞു, ഞങ്ങളെ വിട്ടു പിരിഞ്ഞകന്നു. സ്നേഹത്തിൻ തിരുമധുരം നാവിൽ ചുരത്തി സൗഹൃദ സുസ്മിത വദനം വിടത്തി കൺമുന്നിൽ തിങ്കൾ കലപോൽ വിടർന്നൊരു കൺമണി നീയങ്ങു പോയി മറഞ്ഞു, ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പറന്നകന്നു. അപ്പൊ ഇത് കണ്ടല്ലോ. കണ്ടു. ഇത് വിശ്വകർമാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പാട്ടാണ്. പിന്നെ ഇത് സാഹിത്യ തിയേറ്റേഴ്സിന്റെ അനന്തപുരാണം എന്ന് പറഞ്ഞ നാടകത്തിൽ ശങ്കരൻ പള്ളികുന്നം ഗാനങ്ങൾ എഴുതിയത്. ഈ പണ്ടത്തെ ഇതിന്റെയൊക്കെ നോട്ടീസ് അല്ലേ സാർ? അതെ, പണ്ടത്തെ നാടകത്തിന്റെ ഒക്കെ നോട്ടീസുകൾ. പിന്നെ കാക്കത്തമ്പുരാൻ എന്ന് പറയുന്ന നാടകത്തിന് ശങ്കരൻ ഗാനങ്ങൾ ശങ്കരൻ പള്ളികുന്നം. സർഗക്ഷേത്രം എന്ന് പറയുന്ന നാടകത്തിന് ഗാനരചന ശങ്കരൻ പള്ളികുന്നം. ഭാരതീയം നാടകത്തിന് പാട്ടെഴുതിയത് ശങ്കരൻ പള്ളികുന്നം. ഇത് ഈ പണ്ടത്തെ കാലത്തൊക്കെ വണ്ടിയിൽ ഇങ്ങനെ കൊടുത്തു പോകുന്ന അതൊക്കെ അല്ലേ? ഇതൊക്കെ ഇപ്പൊ ആരുടെയും കയ്യിൽ ഇല്ലാത്ത സാധനങ്ങളാണ് ഇതൊക്കെ. സർഗക്ഷേത്രം ഗാനരചന ശങ്കരൻ പള്ളികുന്നം. എത്രയോ നാടകത്തിന്റെ നോട്ടീസുകളാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. രാമൻ എൻ്റെ SSLC പേപ്പർ ബുക്ക് വരെ ഇരിപ്പുണ്ടല്ലേ? ആണല്ലേ? കേടുകൂടാതെ. രാമൻ ദീപം എന്ന് പറയുന്ന നാടകത്തിന് വേണ്ടിയിട്ട് എഴുതിയ ഗാനങ്ങൾ ശങ്കരൻ. കൂടുതലും സാരഥി തിയേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിന്റെ ഫൗണ്ടർ മെമ്പറാണ്. ഇപ്പൊ അതുണ്ടോ? ഉണ്ടല്ലോ, പ്രവർത്തിക്കുന്നുണ്ടോ? ഇപ്പൊ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന നാടകം ഈ 27-ാം തീയതി നടത്തി. ഇപ്പോഴും സജീവമായിട്ട് തന്നെ ഉണ്ടല്ലേ? എവിടെ ബേസ്ഡ് എവിടെയാ? കല്യാണില്, ബോംബെ കല്യാൺ. ഞാൻ അതിന്റെ ചെയർമാനായിരുന്നു. ശങ്കരൻ പള്ളികുന്നം ചെയർമാൻ. സാരഥി തിയേറ്റേഴ്സ് 9 വർഷം അതിന്റെ ചെയർമാനായിരുന്നു. അതെ അല്ലേ? ഇത്രയുള്ളത്. പിന്നെ ഒരുപാട് പേപ്പറുകൾ അവിടെ ഇവിടെ എന്നത്തെ ഒന്നും എനിക്ക് ട്വീറ്റ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. കൈ കിട്ടിയതെല്ലാം അച്ഛൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ ഈ അമ്പലം ഉണ്ടെന്ന്, ആ അമ്പലത്തിന്റെ ദേവിയെ കുറിച്ച് എഴുതിയിരിക്കുന്ന ദേവിപുരക്കൽ ഭഗവതി സ്തുതി, ഭഗവതിയെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഇതെല്ലാം എത്രയോ ഭക്തി. ഇതില് ഏതെങ്കിലും ഒക്കെ പാടി കേട്ടിട്ടുണ്ടോ അച്ഛൻ? ഇവിടെ പദ്യമാണ്. നമ്മള് പിന്നെ ഭജനയ്ക്ക് പാടുന്നത് പോലുള്ളതാ. അതിവിടെ പാടാറുണ്ടോ? ഇല്ല, പാടില്ല. ആരും കൊടുത്തിട്ട് അവരെടുത്തില്ല. ആണോ? പിന്നെ ഇതിനകത്ത് അല്ലാതുള്ള പാട്ടുകളുമുണ്ട്. ബോംബെയിൽ ഉള്ള പേപ്പറുകളിൽ കുറേയൊക്കെ എന്നെക്കുറിച്ച് എഴുതിയിട്ടുള്ളതിൻ്റെ ചില പേപ്പറുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. മുംബൈയിലെ വൈറ്റ് ലൈൻ വാർത്ത അല്ലേ? വൈറ്റ് ലൈൻ വാർത്ത,
ഒരു വലിയ ഫീച്ചർ തന്നെ എഴുതിയിട്ടുണ്ട് അച്ഛനെ പറ്റി. പിന്നെ അത് കൂടാതെ ഇത് 1967 ഡിസംബറിൽ വെള്ളി നക്ഷത്രം എഴുതിയിട്ടുണ്ട്, നാന എഴുതിയിട്ടുണ്ട്, ഇന്ത്യ ടുഡേ ഇംഗ്ലീഷ് പേപ്പർ എഴുതിയിട്ടുണ്ട്, കലാകൗമുദി എഴുതിയിട്ടുണ്ട്, മനോരമ എഴുതിയിട്ടുണ്ട്, അക്ഷയ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു മാസിക അവരും എഴുതിയിട്ടുണ്ട്. അക്ഷയ പ്രപഞ്ചം എഴുതിയിരിക്കുന്ന ഞങ്ങളിപ്പോൾ അച്ഛൻ്റെ ഒരുപാട് രചനകൾ കണ്ടു. എല്ലാം മനോഹരമായിട്ട് ഒരുപാട് വായിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള രചനകളാണ്. അപ്പോൾ ഒരു പക്ഷേ ഇത് വെളിച്ചം കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതൊന്ന് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടോ തയ്യാറായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അച്ഛനിത് കൊടുക്കാനൊക്കെ സമ്മതമാണോ? തീർച്ചയായിട്ടും. ഒരു പക്ഷേ ആളുകൾ അറിഞ്ഞ് അച്ഛൻ്റെ കഴിവുകൾ അറിഞ്ഞൊരു പക്ഷേ ആരെങ്കിലും അങ്ങനെ തയ്യാറായി വരുവാണെന്നുണ്ടെങ്കിൽ അച്ഛന് അത് നൽകാൻ സമ്മതമാണോ? കൊടുക്കാം, തീർച്ചയായിട്ടും. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അച്ഛനത് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആണ്. എന്നാൽ ഒരു ഒട്ടനവധി രചനകൾ വളരെ ചെറുപ്പകാലം മുതലേ ഉള്ളത് അച്ഛൻ്റെ കയ്യിലുണ്ട് താനും. മനോഹരമായിട്ടുള്ള രചനകളൊക്കെ തന്നെയാണ് എല്ലാം. അപ്പോൾ അച്ഛനത് വന്നാൽ കൊടുക്കാൻ തയ്യാറാണ്. വള്ളികുന്നത്ത് നിന്നും ബോംബെയിലേക്കുള്ള യാത്ര, അവിടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകൾ, അവിടെ നിന്നും തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നു. ആ സമയത്ത് അച്ഛനെ ആരും അത്ര പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു ഗ്യാപ്പും അതിന് കാരണമായിട്ടുണ്ടാവുമല്ലോ. അറിയാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഇപ്പോൾ കൂടുതൽ ആളുകൾ അറിയുന്നുണ്ട്. അവർ അച്ഛൻ്റെ ആ ഒരു കഴിവുകൾ പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ടും അതിന് വേണ്ട പ്രോത്സാഹനങ്ങൾ തരാൻ വേണ്ടിയിട്ടും ഇപ്പോൾ ശ്രമിക്കുന്നുമുണ്ട്. ഇപ്പം ഞങ്ങൾ അടക്കമുള്ളവർ അതായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നതും. അപ്പോൾ ഇപ്പോൾ ഉള്ള യാത്ര, അതായത് ഇപ്പോൾ നമ്മൾ അംഗീകരിക്കപ്പെടുന്നു, അച്ഛൻ്റെ രചനകൾ പുറം ലോകത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ ഓർത്തെടുക്കുന്ന ചില മുഖങ്ങൾ ഇപ്പോൾ ഈ നാട്ടിലുണ്ടാവുമല്ലോ, അതാരൊക്കെയാണ്, അല്ലെങ്കിൽ അവരെ പറ്റി എന്തൊക്കെ പറയാനുണ്ട്? ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം എനിക്ക് ഓർമ്മയിൽ ഇരിക്കുന്നത് ഈ ശ്രീകുമാർ എന്ന് പറഞ്ഞ ആളാണ്. ശ്രീകുമാർ അദ്ദേഹമാണ് കൂടുതൽ ഇതിനകത്ത് ഇൻട്രസ്റ്റ് എടുത്തത്. അതിനുശേഷം പിന്നെ ഇവിടെ എൻ്റെ വീടിൻ്റെ വടക്കതിൽ അനിൽകുമാർ എന്ന് പറയുന്ന ഒരു സാറുണ്ട്. അദ്ദേഹം ഇതിന് വേണ്ട സപ്പോർട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ജയമോഹൻ സാറ്, അവർ പിന്നെ ഇവിടെ ഒരു രാജൻ മണപ്പള്ളി എന്ന് പറയുന്ന ഒരു വൻ കലാകാരനുണ്ട്. അദ്ദേഹം എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും സ്വന്തം അനുജനാന്നോ അച്ഛനാന്നോ ആത്മാർത്ഥമായിട്ട് ഇത്രയും സ്നേഹിച്ച് എല്ലാ തെറ്റുകുറ്റങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്ന ഒരു വ്യക്തി. അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണത്. നല്ല സ്വഭാവമാണ്, എല്ലാ വിധത്തിലും നമ്മളെ സഹായിച്ചു. ഇപ്പോൾ ഇവിടെ ചട്ടമ്പി സ്വാമി അവർകൾ എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാട്ട് എഴുതി കൊടുത്തായിരുന്നു. ആ പാട്ട് അദ്ദേഹം നോക്കിയിട്ട് ഗംഭീരമാണെന്ന് പറഞ്ഞു. നല്ല അഭിപ്രായം. അദ്ദേഹം അഭിപ്രായം പറഞ്ഞാൽ പിന്നെ എനിക്ക് നോട്ടമൊന്നുമില്ല, അത്ര വിശ്വാസമാണ് അദ്ദേഹം. പിന്നെ ഈ മുരുകേശനാണ് നിങ്ങളുമായിട്ട് ഉള്ള പരിചയത്തിനുള്ള സാധ്യത ഒരുക്കി തന്നത്. അദ്ദേഹത്തിന് നന്ദി പറഞ്ഞേ പറ്റും. മുരുകേശൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് കാര്യങ്ങൾ. പിന്നെ അതിനുശേഷം ഈ പല സംഘടനയിലുള്ള വ്യക്തികളും നമ്മളെ സ്വീകരണവും പുരസ്കാരവും ഒക്കെ നൽകിയ സംഘടനകൾ, അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഓർമ്മ? ഇവിടെ എനിക്ക് ഓർമ്മ ശരിക്കും നമുക്കത് ഒന്നുകൂടെ എല്ലാവരെയും കാണിക്കുന്ന സമയത്ത് കാണാം. അങ്ങനെ ഇരിക്കുക. അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനുണ്ട്, പക്ഷെ എനിക്കത് ഓർമ്മ ശരിക്കും അങ്ങോട്ട് നിൽക്കാത്തതുകൊണ്ട് ചിലപ്പോൾ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ പല ആൾക്കാരെയും മറന്നിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പ ടി വി വോയിസ് ഓഫ് വള്ളികുന്നത്തിൻ്റെ ചരിത്ര വരികൾ, അതതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കുമ്പോഴാണ്. ഇദ്ദേഹം ഒരു വലിയ പാട്ടെഴുത്തുകാരനാണ്. ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ഓർമ്മപ്പിശകുകൾ ഉണ്ടെങ്കിലും ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി പഴയ ഓർമ്മകളൊക്കെ പൊടിതട്ടിയെടുത്ത് സംസാരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. നമസ്കാരം.